ഫിഫ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രീ ക്വാർട്ടറിൽ 1-2 ഗോളിന് നോർവേയോട് തോറ്റു. ഇരട്ട ഗോൾ നേടിയ എർലിംഗ് ഹാലൻഡാണ് നോർവേയുടെ വിജയശില്പി. തോൽവിക്ക് പിന്നാലെ സൂപ്പർ താരം നെയ്മാർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ബ്രസീലിന്റെ പടയോട്ടം ഈ വേൾഡ് കപ്പിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആരാധകർ, അത് ഇപ്പോൾ ബ്രസീൽ ഫാൻസ് എന്നുള്ളതല്ല, നല്ല കളി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകകപ്പിൽ മികച്ച മത്സരങ്ങൾ ആഗ്രഹിച്ച, മികച്ച നീക്കങ്ങൾ ആഗ്രഹിച്ച ഓരോ ഫുട്ബോൾ പ്രേമിക്കും ഇത് താങ്ങാനാകാത്ത ഒരു മണിക്കൂറാണെന്ന് പറയാം, സമയമാണെന്ന് പറയാം. എന്താണ് ഈ ബ്രസീൽ നോർവേ മത്സരത്തിന് ഏത് രീതിയിൽ വിലയിരുത്താൻ കഴിയും? ഒരുപാട് അവസരങ്ങൾ ബ്രസീൽ ടീമിന് പലപ്പോഴായി ലഭിച്ചെങ്കിലും ഗോളാക്കാൻ കഴിഞ്ഞില്ല താരങ്ങൾക്ക് എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ വിലയിരുത്താം കളിയെ? ഗുഡ് മോർണിംഗ് രജൻ, ഗുഡ് മോർണിംഗ് ദർശ. പറഞ്ഞതുപോലെ തന്നെ കനത്ത ഈ ലോകകപ്പിലെ ബിഗ്ഗസ്റ്റ് ഷോക്ക് ഇതുവരെയുള്ളതിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബ്രസീൽ 5 തവണ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ഫുട്ബോളിന്റെ പര്യായം എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബ്രസീൽ ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ പുറത്തായിരിക്കുന്നു എന്നത് തന്നെയാണ്. അതും നോർവേ പോലെ ഒരു ടീമിനെതിരെ ബ്രസീൽ വീണുപോയിരിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ എല്ലാ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയുണ്ടാക്കുന്നത് കാര്യമാണ്. കാരണം 6ാം കിരീടം എന്ന സ്വപ്നത്തോടുകൂടി വലിയ കൂടിയാണ് ബ്രസീൽ വന്നത്. അവർക്ക് വമ്പൻ താരങ്ങളുണ്ടായിരുന്നു. വിനീഷ്യസ് ജൂനിയർ ഉണ്ടായിരുന്നു, റഫീഞ്ഞി ഉണ്ടായിരുന്നു, നെയ്മാർ പരിക്കാണെങ്കിലും അദ്ദേഹവും ടീമിനൊപ്പം ഉണ്ടായിരുന്നു. ഡോൺ കാർലോ എന്ന് വിളിക്കുന്ന കാർലോ ആഞ്ചലോട്ടി എന്ന വിഖ്യാത പരിശീലകനുണ്ടായിരുന്നു. അങ്ങനെ വലിയ പടയുമായി വന്ന ബ്രസീലിന് പക്ഷേ ക്വാർട്ടർ ഫൈനൽ പോലും കാണാതെ മടങ്ങുന്നു എന്നുള്ളത് വലിയ നിരാശയാണ്. പക്ഷേ ഈ ടീമിൽ നിന്ന് കപ്പ് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും ക്വാർട്ടർ ഫൈനൽസ് എങ്കിലും എത്തുമെന്ന് കരുതിയവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രവചിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതുപോലും എത്താതെയാണ് ബ്രസീൽ മടങ്ങി പോകുന്നത്. ആദ്യ മത്സരത്തിൽ മൊറോക്കോയ്ക്കെതിരായ സമനില പോലും അതിൻ്റെ ഒരു സൂചനയായിരുന്നു. പിന്നീട് ബ്രസീൽ നല്ല രീതിയിൽ തിരിച്ചു വന്നതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ജപ്പാനെതിരായ മത്സരത്തിൽ പിന്നിൽ നിന്ന് പൊരുതി കയറി ജയിച്ചപ്പോൾ ബ്രസീലിൻ്റെ ഒരു തിരിച്ചുവരവ് ഒരുപക്ഷെ സെമിയിലേക്ക് വരെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള കളി ബ്രസീൽ കളിച്ചു എന്നത് പോലും കരുതിയതാണ്. പക്ഷേ ബ്രസീൽ തീർത്തും നിരാശപ്പെടുത്തുന്ന മത്സരമാണ് ഈ നോർവേക്കെതിരെ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി അവസരങ്ങൾ ബ്രസീലിനുണ്ടായിരുന്നു. ലീഡ് എടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. 10ാം മിനിറ്റിൽ മത്തിയാസ് കൂഞ്ഞിയെ ബോക്സിൽ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി, അത് ബ്രൂണോ ഗുമറൈസ പന്ത് വലയിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. നോർവേയുടെ ഗോൾ കീപ്പർ നെയ്ലാൻഡ് കൃത്യമായി തന്നെ പന്ത് തടുത്തിട്ട അവസ്ഥ കണ്ടു. പിന്നീട് 2ാം പകുതിയേക്കിൽ പോയപ്പോഴാണ് നമ്മൾ ഇന്നലെയൊക്കെ തന്നെ നിരന്തരം ആവർത്തിച്ചു പറഞ്ഞതാണ്, എന്താണ് ഹാലൻഡിന് മുന്നിൽ ഒരു പന്ത് കിട്ടിയാൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്താൽ അതെങ്ങനെ മുതലാക്കുമെന്ന് പറഞ്ഞതാണ്. ഗോളടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു മനുഷ്യൻ എന്ന് പറയുന്നില്ല, ഒരു യന്ത്രം. അത് തന്നെയാണ് എർലിംഗ് ഹാലൻഡ്. അദ്ദേഹത്തിന് കിട്ടിയ 2 അവസരങ്ങൾ അത് രണ്ടും കൃത്യമായി വലയിലെത്തിച്ച ടീമിന് ഒരു ചരിത്ര ജയം സമ്മാനിച്ചിരിക്കുകയാണ്, നോർവേക്ക് സമ്മാനിച്ചിരിക്കുകയാണ് എർലിംഗ് ഹാലൻഡ്. 89-90 മിനിറ്റുകളിലായിരുന്നു ആ 2 ഗോളുകളും ഹാലൻഡിന്റെ വന്നത്. 2ാമത്തെ ഗോൾ അതിസുന്ദരമായ ഗോൾ, ആ ഡിഫൻഡറുടെ കാലുകൾക്കിടയിലൂടെ പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് അലിസനെ കാഴ്ചക്കാരനാക്കി, അലിസന ഒരു അവസരം കൊടുക്കാതെ അടിച്ചു കയറ്റുന്ന ആ കാഴ്ച അത് അത്ര കണ്ട് മനോഹരമായിരുന്നു. പകരക്കാരനായി ഇറങ്ങിയ നെയ്മാർ ജൂനിയർ ടീമിന്റെ കടം തീർത്ത ഒരു ഗോൾ, അത് പെനാൽറ്റിയിൽ നിന്ന്. അതിനെക്കുറിച്ച് ധാരാളം വിവാദങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അത് പെനാൽറ്റി ആയിരുന്നോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ഗോൾ മടക്കാൻ ബ്രസീലിനായി, അതും എക്സ്ട്രാ ടൈമിന്റെ ഇഞ്ചുറി ടൈമിന്റെ 10ാം മിനിറ്റിൽ. അതിനു മുമ്പ് എൻട്രിക്കിന് കിട്ടിയ ഒരു ഗോൾ അവസരമൊക്കെ തന്നെ നശിപ്പിച്ചതിനെ കുറിച്ച് ഇനി ഈ അടുത്ത 4 കൊല്ലം വരെയും, അല്ലെങ്കിൽ ആ ടൂർണമെന്റിന്റെ അടുത്ത എന്താണോ റിസൾട്ട് അതുവരെയും ബ്രസീൽ ആരാധകർ പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ നിരാശയുടെ മത്സരം എന്ന് തന്നെയാണ്. ഒരു കാര്യം കൂടി, അതായത് ഈ മത്സരത്തിന്റെ തോൽവിക്ക് പിന്നാലെ അവരുടെ സൂപ്പർ താരം, ആർക്കു വേണ്ടിയാണോ ഈ ലോകകപ്പ് അവർ ജയിക്കണമെന്ന് വിചാരിച്ചത് അത് കിട്ടാതെ പോയതോടുകൂടി നെയ്മാർ ജൂനിയർ എന്ന അവരുടെ എക്കാലത്തെയും മികച്ച ഗോളടിക്കാരൻ വിരമിച്ചു പോവുകയാണ്. അദ്ദേഹത്തിന് ഈ ലോകകപ്പ് ടീമിൽ തന്നെ സ്ഥാനം അർഹിച്ചിരുന്നോ എന്നതിനെക്കുറിച്ചും ഇനി ചർച്ചകൾ ഉണ്ടായിരിക്കാം. കാരണം 2.5 വർഷത്തോളം, ഏതാണ്ട് 3 വർഷത്തോളം ടീമിൽ പുറത്തായിരുന്നു നെയ്മാർ ജൂനിയർ ഉണ്ടായിരുന്നത്. അദ്ദേഹം ടീമിലേക്ക് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയതിനെതിരെ പല വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ താരം ടീമിലുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ എനർജിയാണ്, എക്സ്ട്രാ ബൂസ്റ്റ് ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. ടീമിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ്, അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത താരമാണ്. അങ്ങനെ വലിയ രീതിയിൽ റെക്കോർഡുകളുള്ള താരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പരുക്ക് അദ്ദേഹത്തെ വല്ലാത്ത തരത്തിൽ വേട്ടയാടുകയും അതിലൂടെ നെയ്മാർക്ക് കളിക്കാൻ പറ്റിയ ഒരു ഷേപ്പിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകകപ്പിൽ ഒറ്റ മത്സരത്തിൽ പോലും ഒരു സ്റ്റാർട്ടറായിട്ട് ഇറങ്ങിയിട്ടില്ല. പകരക്കാരനായി ഇറങ്ങിയതൊക്കെ തന്നെ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. ചെൽസിക്ക് വേണ്ടി ഉഗ്രൻ കളി കളിക്കുന്ന യാവോ പെഡ്രോ എന്ന് പറയുന്ന ഒരു താരത്തെ പുറത്തിരുത്തിക്കൊണ്ട് നെയ്മാർ ജൂനിയറെ കൊണ്ടുവന്നു എന്നതടക്കം വലിയ വിമർശനങ്ങൾക്ക് ഇനി വഴിവെച്ചേക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ അത് ആ വിമർശനങ്ങൾ ഒന്നുകൂടി ലോകകപ്പിന്റെ തുടക്കം തൊട്ട് ഇങ്ങോട്ട്, ഒരുപക്ഷെ ബ്രസീലിന്റെ ആദ്യ മത്സരം തൊട്ട് ഇങ്ങോട്ട് തന്നെ ഈ ആരാധകരും ഒപ്പം തന്നെ
തന്നെ ഫുട്ബോൾ വിശകലനം ചെയ്യുന്ന വിദഗ്ധരും ഒക്കെ പറഞ്ഞത് ഇതല്ല ബ്രസീൽ എന്ന് പറയുന്ന ഒരു ടീമിന്റെ യഥാർത്ഥ കളി എന്ന രീതിയിലൊക്കെയുള്ള വിമർശനങ്ങളും വിലയിരുത്തലും ഒക്കെ ഉണ്ടായതാണ്. കോച്ച് ആഞ്ചലോട്ടി ഒരുപാട് തന്ത്രങ്ങൾ ഉള്ള തന്ത്രശാലിയായ ഒരു പരിശീലകനാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ ടീമിന് പഴയ താളം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് എന്നതൊരു സ്വാഭാവിക ചോദ്യമാണ്. ബ്രസീൽ, നേരത്തെ അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രസീൽ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ രാജ്യത്തോട് നമ്മൾ ചേർത്ത് വെക്കുന്നതാണ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു കായിക ഇനം തന്നെ. അപ്പോൾ ആ പഴയ പ്രതാപവും ഒക്കെ ബ്രസീലിന് നഷ്ടപ്പെട്ടു തുടങ്ങുകയാണോ? ഈ താരങ്ങൾ എന്ന് പറയുന്ന അതിൽ നിന്ന് മാറി ഒരു ടീം എന്ന നിലയിൽ, ഒരു ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം എന്ന നിലയിൽ ബ്രസീൽ വീണ്ടും പരുങ്ങലിലാവുകയാണ്. അപ്പോൾ എന്ത് മാറ്റമാണ് ആ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത്? ഒപ്പം തന്നെ ആഞ്ചലോട്ടിയുടെ തുടർ ഭാവി അതുകൂടി എന്തായിരിക്കും? പ്രജൻ സൂചിപ്പിച്ച പോലെ തന്നെ അർജന്റീനയുടെയും ബ്രസീലിന്റെയും സമീപകാലത്ത് അവർക്ക് തന്നെ വലിയ തിരച്ചടികൾ നേരിട്ട കാലത്ത്, ഞാൻ അർജന്റീന ലോകകപ്പ് നേടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോപ്പ അമേരിക്ക നേടുന്നതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അർജന്റീനയുടെ കാര്യത്തിൽ പോലും ബ്രസീലിന്റെ കാര്യത്തിൽ പോലും. അതായത് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ യൂറോപ്പിലേക്ക് ചേക്കേറുന്നതിന് പിന്നാലെ അവരുടെ ആ സ്വാഭാവിക ശൈലി അത് നശിച്ചു പോകുന്നു, അവരുടെ താളം പിഴച്ചു പോകുന്നു എന്നുള്ളതുണ്ടായിരുന്നു. അർജന്റീന പിന്നീട് യൂറോപ്യൻ ശൈലിയിലേക്ക് മാറുകയും അവരുടെ നമ്മൾ പരിഹസിച്ച അല്ലെങ്കിൽ കളിയാക്കിയൊക്കെ തന്നെ പറയുന്ന പോലെ കവിതയെഴുത്ത് നിർത്തിയതോടുകൂടി അർജന്റീന നന്നായി എന്ന തരത്തിലും, ഇല്ലെങ്കിൽ അർജന്റീനയുടെ യൂറോപ്യൻ ശൈലിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നതോടുകൂടി അർജന്റീന കപ്പടിക്കാൻ തുടങ്ങി എന്ന് തന്നെ വിലയിരുത്തുന്നവരുണ്ട്. പക്ഷേ ബ്രസീലിന് ആ തരത്തിലേക്ക് ഇതുവരെയും എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പോരായ്മയായി പറയുന്നത്. 2019 ആ കോപ്പ അമേരിക്ക നേട്ടത്തിന് ശേഷം വലിയ തിരിച്ചടികളാണ് ആ ടീം നേരിട്ടുകൊണ്ടിരുന്നത്. അർജന്റീനയോട് കോപ്പ അമേരിക്കയിൽ തോൽക്കുന്നു, പിന്നീട് ഒരു തരത്തിലുള്ള നല്ല കളി വന്നിട്ടില്ല. അല്ലെങ്കിൽ ലോകകപ്പ് അവസാനമായി എടുത്തത് 2002 എന്നുള്ളത് തന്നെ. തുടർച്ചയായ 6ാം ലോകകപ്പിലാണ് കിരീടമില്ലാതെ മടങ്ങുന്നത്. അതിൽ തന്നെ ക്വാർട്ടർ ഫൈനൽ കാണാതെ പുറത്താകുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ പതനത്തിൻ്റെ ഏറ്റവും എന്താണോ അത് ആയി നമുക്കിപ്പോൾ ബ്രസീലിനെ വിലയിരുത്താം. അവരുടെ താരങ്ങളൊക്കെ തന്നെ അവരുടെ പണ്ട് ബ്രസീലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ പ്രാദേശിക താരങ്ങളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വാഭാവിക ശൈലിയായിരുന്നു. നമ്മൾ ജോഗോ ബണീറ്റെന്നും സാമ്പാ താളം എന്നൊക്കെ വിളിക്കുന്ന തരത്തിൽ അവരുടെ സ്വാഭാവിക ശൈലിയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറ്റം വന്ന് എല്ലാ താരങ്ങളും യൂറോപ്പിലേക്ക് ചേക്കേറുകയും അവിടെ കളിക്കുന്നതോടുകൂടി അവരുടെ സ്വാഭാവിക ശൈലിയിൽ വലിയ മാറ്റങ്ങൾ വന്നു. അതിൽ വലിയ വില അവർക്ക് കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കാർലോ ആഞ്ചലോട്ടിയെ പോലെ ഒരു പരിശീലകൻ വന്നെങ്കിൽ പോലും അവരുടെ താരങ്ങൾ, പ്രധാനപ്പെട്ട പല താരങ്ങൾ, റോഡ്രിഗോ അടക്കമുള്ള താരങ്ങളിലൊക്കെ തന്നെ പരിക്കേറ്റ് പുറത്തായിരുന്നു. ടീം എന്ന തരത്തിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ക്ലബ്ബ് തലത്തിൽ മിന്നും ഫോമിൽ കളിക്കുന്ന വിനീഷ്യസ് ജൂനിയറും റാഫീഞ്ഞയ്ക്കും പക്ഷേ മഞ്ഞക്കുപ്പായത്തിൽ അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കുപ്പായത്തിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ രീതിയിൽ തിരിച്ചടികൾ നേരിട്ടിരുന്നു. പക്ഷേ ടീം എന്ന തരത്തിൽ അവരെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു യഥാർത്ഥ നായകനില്ലായിരുന്നു എന്ന് പോലും പറയേണ്ടിയിരിക്കുന്നു. തിയാഗോ സിൽവ എന്ന് പറയുന്ന താരത്തെ ഈ പ്രോബബിൾ ലിസ്റ്റിൽ 55 ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ ആരാധകർ വലിയ രീതിയിൽ സന്തോഷിച്ചതാണ്. കാരണം ഒരു ടീം പ്ലെയർ എന്ന തരത്തിൽ തിയാഗോ സിൽവ വെറ്ററൻ താരമാണ്, പക്ഷേ അദ്ദേഹം ടീമിന് നൽകുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്, അത് അദ്ദേഹത്തെ ഉൾപ്പെടുത്താമായിരുന്നു എന്ന തരത്തിലൊക്കെ പറഞ്ഞു കിട്ടുന്നു ആ ഡിഫൻഡറെ. പക്ഷേ അതുണ്ടായില്ല. കൂടുതൽ താരങ്ങൾക്ക് ഇല്ലെങ്കിൽ മറ്റു പല താരങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തത്. ഇല്ലെങ്കിൽ നെയ്മറിൻ്റെ കാര്യത്തിലടക്കം യാവോ പെഡ്രോയെ ഒഴിവാക്കിയതടക്കം തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇനി അതിന് ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബ്രസീലിന് ഇനിയൊരു തിരിച്ചുവരവ് അതെന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അർജന്റീന തിരിച്ചു വന്നതാണ്, ബ്രസീലും തിരിച്ചു വരും, തിരിച്ചു വന്നേ തീരൂ. അത് ഫുട്ബോളിൻ്റെ കൂടെ ആവശ്യമാണ്, ഫുട്ബോൾ ലോകത്തിൻ്റെ കൂടെ ആവശ്യമാണ്. എന്തായാലും ഈ നിമിഷത്തിൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 7-1 തോൽവി, ജർമ്മനിക്കെതിരായ ആ തോൽവി അതിന് പോലെ ക്ഷീണം വരുത്തുന്ന മറ്റൊരു തോൽവിയാണ് ഈ നോർവേക്കെതിരായ ഒരു തോൽവി. നേരത്തെ നോർവേയോട് തോറ്റിട്ടുണ്ട് 98 ലോകകപ്പിൽ. പക്ഷേ അതല്ല ഇപ്പോഴത്തെ കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നോർവേ അവരുടെ ഒരു സുവർണ്ണ തലമുറ അല്ലെങ്കിൽ ഒരു സുവർണ്ണ സംഘം എന്നൊക്കെ തന്നെ എർലിംഗ് ഹാലൻഡിനെയും മാർട്ടിൻ ഒഡേഗാറിനെ ഉൾപ്പെടുന്ന ആ ടീമിനെ വിളിക്കാമെങ്കിൽ പോലും ബ്രസീൽ അത് ബ്രസീലാണ്. ബ്രസീലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കളി ഇതല്ല, ബ്രസീലിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രകടനം ഇതല്ല, ബ്രസീൽ താരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കളി ഇതല്ല എന്ന് വിനീഷ്യസ് ജൂനിയറാണ് ഈ ടൂർണമെന്റിൽ, അല്ലെങ്കിൽ മത്തേസ് കൂനിയെ പോലുള്ള ചുരുക്കം ചില താരങ്ങൾ മാത്രമാണ് പ്രതീക്ഷിക്കാത്ത പ്രകടനം കാഴ്ചവെച്ചത്. എന്തായാലും ബ്രസീൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ സമയത്ത് ബ്രസീലിന്റെ ഇത്തരത്തിലുള്ള വീഴ്ചയെക്കുറിച്ച് പറയുന്നത് അതേ സമയത്ത് തന്നെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തതാണ് നോർവേയുടെ ഈ പെർഫോമൻസ്. അതുകൊണ്ട് എർലിംഗ് ഹാലൻഡ് എന്ന് പറഞ്ഞ താരത്തിന്റെ മിന്നും പ്രകടനവും ഒക്കെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ഗോൾവേട്ടയിൽ മുൻനിരയിലേക്ക് തന്നെ ഹാലൻഡ് വന്നു എന്നത് മറ്റൊരു കാര്യമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് നോർവേ കുറച്ചുകൂടി ആത്മവിശ്വാസം നേടാൻ പോകുന്നു, അല്ലെങ്കിൽ നേടിയിട്ടുണ്ട് ഈ ജയത്തോടുകൂടി എന്നുകൂടി പറയാമല്ലോ. മുന്നോട്ടുള്ള പോക്കിന് അത് വലിയ ഊർജ്ജം ആ ടീമിന് നൽകുകയും ചെയ്യും.
തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. നോർവേ ഒരു ചെറിയ മീനല്ല. ഈ ലോകകപ്പിലെ കറുത്ത കുതിരകൾ എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ടീമായിരുന്നു നോർവേ. കാരണം അവരുടെ യോഗ്യതാ റൗണ്ടിലെ ഒരു സ്റ്റാറ്റ്സ് അത് പറഞ്ഞു തുടങ്ങാം. യോഗ്യതാ റൗണ്ടിൽ 6 മത്സരങ്ങളിൽ നിന്ന് 37 ഗോളാണ് അടിച്ചത്. അപ്പോൾ തന്നെ എന്താണ് വരാനിരിക്കുന്ന ലോകകപ്പിൽ നോർവേ കാണിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് നോർവേ നൽകുന്നത്. പ്രത്യേകിച്ച് ഏർലിംഗ് ഹാലൻഡ് എന്ന ഗോൾ മെഷീൻ, അദ്ദേഹത്തെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഏർലിംഗ് ഹാലൻഡ് ഒരു യന്ത്രമാണ്. അവരുടെ ബോള് ബോക്സിനകത്ത് ബോൾ വരിക, അല്ലെങ്കിൽ ബോക്സിന് തൊട്ട് പുറത്ത് ഒരു ബോൾ വന്നാൽ അത് എങ്ങനെയും അടിച്ച് ആ വലയിൽ കയറ്റുക, നെയ്ലോൺ വലയിൽ ചലിപ്പിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിനപ്പുറത്ത് ഒന്നും തന്നെ ഈ ഏർലിംഗ് ഹാലൻഡ് വരുന്ന താരത്തിനില്ല. അത് ഈ മത്സരത്തിന് മുമ്പ് വലിയ രീതിയിൽ ചർച്ചയായത് ഗബ്രിയേൽ ഒരു തരത്തിൽ പിടിച്ചു കിട്ടും, ക്ലബ്ബ് തലത്തിലെ പോലെ ഹാലൻഡിനെ പിടിച്ചു കിട്ടുമെന്ന തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗബ്രിയേൽ ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്ന തരത്തിലാണ് ഹാലൻഡിൻ്റെ പ്രകടനം വന്നത്. 2 ഗോളുകൾ, അത് എണ്ണം പറഞ്ഞ 2 ഗോളുകളിലൂടെയാണ് കീഴടക്കിയത്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഗോൾ വേട്ടയിൽ ഇപ്പോൾ മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പം തന്നെ എത്തിയിട്ടുണ്ട്. ഇരു താരങ്ങളെക്കാൾ ഒരു മത്സരം കുറവ് കളിച്ചാണ് ഈ 7 എന്ന ഗോൾ നേട്ടത്തിലേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം മെസ്സിയുടെ 7 ഗോൾ അടിച്ച ശേഷം അദ്ദേഹം ഒരു ചിറ്റ്ചാറ്റ് ഷോയിൽ അദ്ദേഹം ഇതുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത്തവണ എനിക്ക് കിട്ടില്ല എന്നാണ് തോന്നുന്നത്. മെസ്സി അദ്ദേഹം ഞങ്ങളെ മത്സരിക്കാൻ പോലും വിടാതെ അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം വിരമിക്കാതെ വഴിയില്ല എന്ന തരത്തിൽ രസകരമായ ഒരു കമൻറ്റ് ഏർലിംഗ് ഹാലൻഡ് പറയുന്നു. പക്ഷെ അതൊരു തമാശയായി തന്നെയാണ് നമുക്ക് കാണാം. ഏർലിംഗ് ഹാലൻഡ് അങ്ങനെ വെറുതെ പോകാൻ വന്നവനല്ല എന്ന് തെളിയിക്കുകയാണ്. അടിപൊളിയായി കളിച്ച് വീണ്ടും ഗോൾ നേട്ടത്തിൽ എംബാപ്പയ്ക്കും മെസ്സിക്കും വലിയ വെല്ലുവിളി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി അടുത്ത റൗണ്ടിലുമൊക്കെ തന്നെ നോർവേ ഈ ഒരു പോക്ക് തുടരുകയാണെങ്കിൽ, അവരുടെ ആദ്യ 2-3 മത്സരങ്ങളിൽ ഫ്രാൻസിനെതിരായ മത്സരത്തിൽ തോറ്റു, അതിനു മുമ്പ് സെനഗലിനെതിരായ ഒക്കെ തന്നെ കടുത്ത പോരാട്ടം കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ കടന്നുകൂടി എന്നേ പറയാൻ പറ്റുള്ളൂ ഐവറി കോസ്റ്റിനെതിരെ. അവിടെ നിന്ന് ഇന്നത്തെ ഒരു കളി അത് നോർവേക്ക് നൽകുന്ന കോൺഫിഡൻസ്, ഒരു ബൂസ്റ്റ് ചെറുതല്ല. ഇനി സെമിയിലൊക്കെ തന്നെ അവരെത്തിയാലും അത്ഭുതപ്പെടാനില്ല. പ്രജൻ അങ്ങനെ കിരീടമില്ലാതെ സുൽത്താൻ മടങ്ങുകയാണ്. ഈ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. അവിടെ വെച്ച് തന്നെ ഞാനത് അവസാനിപ്പിക്കുന്നു എന്നൊരു വൈകാരിക പ്രതികരണമൊക്കെ ആയിരുന്നു നെയ്മർ ഈ ഘട്ടത്തിൽ നടത്തിയതല്ലേ. അതെ, എന്തായാലും വലിയ നിരാശയാണ് ആരാധകർ കൂട്ടർക്കെല്ലാം ഉള്ളത്. എന്തായാലും ആ ടീം തിരികെ എത്തും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.